ഹായ്. നല്ല ലാഭം കിട്ടുന്ന ഒരു മാനുഫാക്ചറിംഗ് ബിസിനസ് തുടങ്ങണമെന്നുള്ള അതിയായ ആഗ്രഹത്താൽ നടക്കുന്ന പല ആളുകളെയും കണ്ടിട്ടുണ്ട്. പക്ഷേ എന്ത് പ്രൊഡക്റ്റ് ചെയ്യണം? എന്ത് പ്രൊഡക്റ്റ് ചെയ്താൽ നല്ല ലാഭം കിട്ടുമെന്നുള്ള കൺഫ്യൂഷനിലാണ്. എന്നാൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. സ്കിപ്പ് ചെയ്യാതെ കാണുക. ഫസ്റ്റ് ഓഫ് ഓൾ കേരളം അവസരങ്ങളുടെ ഒരു പറുദീസയാണ് മാനുഫാക്ചറിംഗിനെ സംബന്ധിച്ചിടത്തോളം. കേരളം ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അന്യ രാജ്യങ്ങളിലെ ഒരു സൂപ്പർ മാർക്കറ്റാണ് സത്യത്തിൽ കേരളം എന്ന് പറയുന്നത്. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകൾ വിറ്റഴിക്കാനുള്ള ക്ലിയർ ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ കേരളത്തിൽ മാനുഫാക്ചർ ചെയ്യാൻ വലിയൊരു സുവർണാവസരം തന്നെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതിൽ എന്ത് പ്രൊഡക്റ്റ് നല്ല റൈറ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യണം എന്നുള്ളതിലാണ് നമ്മുടെ മിടുക്ക് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നല്ലൊരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്നത്? ആദ്യം നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ മാർക്കറ്റ് ഡിമാൻഡ്. മാർക്കറ്റിൽ നല്ല രീതിയിൽ ഡിമാൻഡുള്ള എന്നും റിപ്പീറ്റഡ് ഓർഡർ കിട്ടുന്ന നല്ലൊരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. എക്സാമ്പിൾ ഫുഡ് പ്രോഡക്റ്റ്, പാക്കേജിംഗ് മെറ്റീരിയൽസ്, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ഐറ്റംസ്, ഗാർമെന്റ്സ്, പ്ലാസ്റ്റിക്, ഇങ്ങനെയുള്ളൊക്കെ അതിന് സ്ഥിരമായിട്ട് ആളുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന റിപ്പീറ്റഡ് ഓർഡേഴ്സ്, അതായത് കൺസ്യൂമബിൾസ് എന്നൊക്കെ പറയും. അതായത് ആളുകൾ കൺസ്യൂം ചെയ്ത് തീർന്ന് വീണ്ടും വീണ്ടും വാങ്ങുന്ന പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തതായിട്ട് റോ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി ആണ്. റോ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് കേരളത്തിൽ റോ മെറ്റീരിയൽ സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടുള്ള മാനുഫാക്ചറിംഗ് ആകുമ്പോൾ അത്രയും നല്ലത്, നമുക്ക് അതുപോലെ തന്നെ അഡ്വാൻറ്റേജ് കിട്ടുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്തൊരു കോമ്പറ്റീറ്റർ അനാലിസിസ് ആണ്. അതായത് മാർക്കറ്റിൽ ഇതേ പ്രോഡക്റ്റ് ബാക്കിയുള്ള ആളുകൾ ഓൾറെഡി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതേ പ്രോഡക്റ്റ് ഇതിലും ബെറ്റർ ക്വാളിറ്റി അല്ലെങ്കിൽ ബെറ്റർ ഫീച്ചേഴ്സ് അതുപോലെ തന്നെ നല്ല പ്രൈസിംഗിലൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റി കഴിഞ്ഞാൽ നമ്മൾക്കും എന്താക്കാൻ വേണ്ടി പറ്റും, നല്ല ബ്രാൻഡിങ്ങോട് കൂടി ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾക്കും വിജയിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അടുത്തത് ഇൻവെസ്റ്റ്മെന്റും അതേപോലെ തന്നെ പ്രോഫിറ്റ് മാർജിനും. കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങിയിട്ട് ലാർജർ പ്രോഫിറ്റ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ഓർഡേഴ്സ് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വളരെ വലിയ വിജയം ഈ ഒരു ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് നേടാൻ പറ്റുമെന്നുള്ളതാണ്. കേരളത്തിൽ നല്ല അവസരമുണ്ട്. പക്ഷേ ശരിയായ പ്രോഡക്റ്റ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരുപാട് അവസരം നിങ്ങളുടെ മുമ്പിൽ കാത്തിരിക്കാം. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് ആശയങ്ങളൊക്കെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നല്ല ബിസിനസ് പ്രോഡക്റ്റ് കണ്ടെത്താനും ബിസിനസ് കൺസൾട്ടേഷനൊക്കെ ആഗ്രഹമുള്ള താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നത്. താങ്ക് യു.